ഹായ് ഓൾ, അസ്സാം വലൈക്കും. എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം. ദുബായിലുള്ള ഒരു ഡെസേർട്ട് നമുക്കും ഇവിടെ തയ്യാറാക്കിയാലോ? ഇപ്പോൾ നമ്മുടെ നാട്ടിലും വൈറലായിക്കൊണ്ടിരിക്കുന്ന ദുബായ് പിസ്താഷ്യൂ കുനാഫ ചീസ് കേക്ക് റെഡിയാക്കിയാലോ? അതിനൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ്, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തിന്നായിട്ടുള്ള വെർമസില്ലിയാണ്. 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റും 125 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു 100 ഗ്രാമിൻ്റെ ഒരു പാക്ക് ബട്ടറും പിന്നെ മിൽക്ക് മിസ്റ്റിൻ്റെ ക്രീം ചീസ് 2 ഇതുപോലത്തെ പാക്കും എടുത്തിട്ടുണ്ട്. ഒരു പാക്ക് ഫ്രഷ് ക്രീമും പിന്നെ 3 ഇതുപോലുള്ള കോമ്പൗണ്ട് പീസും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും വേണം. ഈ തിന്നായിട്ടുള്ള വെർമസില്ലി ഒരു വലിയ ബൗളിലിട്ട് നന്നായി 2 കൈയും വെച്ച് പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുക്കണം. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് 100 ഗ്രാമിൻ്റെ ബട്ടർ ഇട്ട് കൊടുത്ത് പൊടിച്ച വെർമസല്ലി ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. വെർമസല്ലിയുടെ പാക്കായതുകൊണ്ട് തന്നെ അധികം റോസ്റ്റ് ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. എന്നാലും നന്നായി ചൂടായി കിട്ടണം. ഇനി വേണ്ടത് പിസ്താഷ്യൂ സ്പ്രെഡാണ്. ഇനി ഇതൊരു 3-4 സ്പൂണ് വലിയ സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വെർമസില്ലിയുമായി യോജിപ്പിച്ചെടുക്കണം. ഇത് ട്രേയിലാണോ ഇത് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം. നന്നായി ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഒരു അത്യാവശ്യം വലിയൊരു ബൗളിലേക്ക് 2 ഇതുപോലുള്ള 200 ഗ്രാമിൻ്റെ ചീസ് ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം ചീസ് ഇട്ട് കൊടുക്കാം. ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തതിന് ശേഷം 2 വലിയ സ്പൂണ് പിസ്താഷ്യൂ സ്പ്രെഡ് കൂടി ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. അതിൽ നിരത്തി കൊടുത്ത വെർമസല്ലിയുടെ മേലിലായിട്ട് ഈ ക്രീം ചീസ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്നുകൂടി ലെവൽ ചെയ്ത് കൊടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റ് കോമ്പൗണ്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോമ്പൗണ്ടും 200 ഗ്രാമിൻ്റെ ഡാർക്ക് കോമ്പൗണ്ടും എടുത്താൽ മതി. കുറച്ച് അധികം ആയതുകൊണ്ട് തികഞ്ഞിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ അടുത്തുള്ള വൈറ്റ് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ടും ഇട്ട് കൊടുത്തതാണ്. ഇനി ഇത് മെൽട്ടാക്കി എടുക്കണം. മെൽട്ടാക്കിയെടുത്ത ഈ ചോക്ലേറ്റ് ഗനാഷെ ഇതിൻ്റെ മേലിലേക്ക് ഒഴിച്ചു കൊടുത്ത് ലെവൽ ചെയ്തെടുക്കാം. അതിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഉപയോഗിക്കാം, തണുപ്പിച്ച് ഉപയോഗിക്കാം. ഈ ഉണ്ടാക്കിയത് അവരവരുണ്ടാക്കുമ്പോൾ ചെറുതായി അവരവർക്ക് കഴിക്കാൻ പറ്റിയ ക്വാണ്ടിറ്റി അനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം.